അഗതികളെ നിശ്ചയിക്കുന്ന മാനദണ്ഡമാണ്. ഇതൊരിക്കലും അതിദരിദ്രർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നിശ്ചയിക്കാൻ ഉതകുന്ന മാനദണ്ഡമേ അല്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗവൺമെൻറ് ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് ബാധ്യസ്ഥവുമാണ്. അവരത് ചെയ്യുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവ് ഇവിടെ സൂചിപ്പിച്ചത്. ചെയ്യട്ടെ. ഇതിനകത്തെ പ്രശ്നം അതല്ല. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം എടുത്ത ഈ കണക്ക് ഈ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ 2002 തന്നെ ആരംഭിച്ച ആശ്രയ പദ്ധതി ഇവിടെ നിലവിലുണ്ട്. അത് 2007 കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വരെ കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അനാഥമായ മനുഷ്യരെ സഹായിക്കാനൊരു പദ്ധതി ഇവിടെ ഓൺ ദ വേ ആണ്, റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുന്നൊരു സ്ഥലമാണ് കേരളം എന്നുകൂടി നമ്മൾ കാണണം. മാത്രമല്ല 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പിൽ നിന്നുമാണ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. 1,12,000 പേരോ 1,09,000 പേരോ മറ്റേ വരും ആളുകളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് ഈ 64 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ആ കണക്ക് സംശയാസ്പദമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം കേരളത്തിൽ ഈ ഇന്ത്യക്കകത്ത് ദരിദ്രരോ ഇപ്പോൾ ഈ അതിദരിദ്രർ എന്ന് പറയുന്ന പുതിയൊരു കാറ്റഗറി എന്തിനാണ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എന്തിനാണ് അങ്ങനെ നിർമ്മിച്ചത്? അപ്പോൾ ഇവിടെയുള്ള നിലവിലുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ പോരെ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കൈപ്പുസ്തകത്തിലൊരു മോഡൽ സംഭവം പറയുന്നുണ്ട്. ആരാണ് ദരിദ്രർ, ആരാണ് അതിദരിദ്രർ എന്നത്. അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്നവർ ഉള്ള അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തെ ദരിദ്രരായിട്ടാണ് കണക്കാക്കുക. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പറയുന്ന കാര്യം, അതിദരിദ്രർ റേഷൻ കാർഡ് ഇല്ലാത്ത, ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബം എന്നാണ് അതിൻ്റെ ഇതായിട്ട് സൂചകമായി പറയുന്നൊരു കാര്യം. അങ്ങനെയുള്ള കുടുംബത്തെ നമ്മൾ കണ്ടെത്തണം. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കിയാൽ ഈ അന്ത്യോദയ പദ്ധതി പോലുള്ള പദ്ധതികളിലൂടെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാവുന്നൊരു കാര്യം മാത്രമാണ്. ഇതിനകത്ത് ഇത്ര വലിയൊരു വിപ്ലവം ഞങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള അവകാശവാദത്തിൽ യഥാർത്ഥത്തിൽ വലിയ കഴമ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളത് കാണാതിരുന്നു കൂടാ. ഇത് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ അതിദരിദ്രരുണ്ടായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾ നോക്കണ്ട എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല. അവിടെ ദരിദ്രരുടെ എണ്ണം കൂടുതലായിരിക്കും. ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കൂടുതലാണെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ തന്നെ ആ ദരിദ്രരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്ക് ഒരു ഗവൺമെൻറ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിനെ നമ്മൾ ടോട്ടലി നെഗറ്റീവായി സമീപിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഞാൻ. അല്ല, അതിനകത്ത് ശാസ്ത്രീയമാണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാമോ, 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ആദിവാസികൾക്കിടയിലെ ഏതാണ്ട് 1.16 ലക്ഷം കുടുംബങ്ങൾ അതീവ ഗുരുതരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അവരെവിടെ പോയി? ഈ കണക്കിൽ നിന്ന് അവരെവിടെ പോയി? ഇന്നലെ കേരള മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചതിന് പ്രകാരം ഏറ്റവും കൂടുതൽ ഈ പുതിയ മാനദണ്ഡം അനുസരിച്ച് പോലും സർവേ എടുത്തപ്പോൾ കണ്ടെത്തിയ കാര്യം പാലക്കാടും വയനാടും കാസർഗോഡുമാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുണ്ടെന്നാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രി എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയാം, ഞാൻ നിയമസഭയിൽ പോയ ആളല്ല. പക്ഷെ വന്ന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വയനാട്ടിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുന്നത്? എന്തുകൊണ്ടാണ് പാലക്കാട് ഇത്രയും കൂടുതൽ ആൾക്കാർ വരുന്നത്? ഇതിനൊക്കെ കാരണമില്ലേ? അപ്പം നമ്മൾ ഈ ഒത്തിരി പേരെ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, സന്നദ്ധ പ്രവർത്തകർ 5 ലക്ഷം പേരെ അണിനിരത്തി എന്നതൊന്നും ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാനമാവുന്നില്ല. ശാസ്ത്രീയമായൊരു കണക്കെടുപ്പ്, അതിൻ്റെ ഒരു ആധികാരികമായൊരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയോ? ഇങ്ങനെ ഒരു വിഭജനം നടത്തിയതിലൂടെ നമ്മൾ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം സർക്കാരിന്റെ മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ധൃതി പിടിച്ച് പ്രഖ്യാപിക്കേണ്ടതല്ല.
അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാര് എന്ന ക്വസ്റ്റ്യൻ മുന്നിൽ വരുമ്പോൾ അതിൽ ഗവൺമെന്റ് വെച്ച ക്രൈറ്റീരിയ എന്തുമാത്രം ശരിയാണെന്ന് ചോദ്യം ഉന്നയിക്കാവുന്നതാണ്.